Hello, good morning. Good morning, ma'am. Good morning, ma'am. Yes, good morning. Okay, let's start. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് നിർത്തിയത്? എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഹലോ, Of the job methodന്റെ points. നമ്മള് അത് ഈ വീക്കെൻഡ് ദിവസങ്ങളിലാണ്, വ്യാഴം വെള്ളിയാണല്ലോ നമ്മളെ ക്ലാസ് വരുന്നത്. അപ്പൊ കുറച്ച് ദിവസം ബാക്ക് കഴിയുമ്പോഴാണ് അടുപ്പിച്ച് 2 ദിവസം നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഓർമ്മയുണ്ടോ എവിടെയാണ് നമ്മൾ നിർത്തിയത്? നമ്മൾ ജോബ് എന്താ പറയാ, ട്രെയിനിങ് മെത്തേഡ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ജോബിന്റെ ട്രെയിനിങ് മെത്തേഡ്സ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 2. രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡും off the job training method. On the job training method is given at the workplace itself with using same similar equipments അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അതായത് ഓർഗനൈസേഷന്റെ അകത്ത് തന്നെ എവിടെയാണ് ജോലി ചെയ്യുന്നത്, ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ശരിയായിട്ടുള്ള രീതിയിലുള്ള എക്യുപ്മെന്റുകൾ, മെഷീനറീസ്, ഡോക്യുമെന്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് അതൊക്കെ തന്നെ ഉപയോഗിച്ച് പല കാര്യങ്ങളും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിപ്പിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നു. ആ ജോബ് സ്ഥലത്ത് തന്നെയായിരിക്കും എന്ത് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക. അതിനെയാണ് നമ്മൾ ജോബ് ട്രെയിനിങ് മെത്തേഡ് കുറിക്കുക. രണ്ട് തരത്തിലുള്ള ട്രെയിനിങ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങും മറ്റൊന്ന് അപ്രന്റീസ്ഷിപ്പും. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രാജുവൽ ലേണിംഗ് ആണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ എടുക്കുന്നു. എന്തെങ്കിലും മെഷീൻസോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സോ കൈകാര്യം ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കോർഡ് കീപ്പിങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴോ അതൊക്കെ കൃത്യമായിട്ട് പടിപടിയായിട്ട് മനസ്സിലാക്കി ക്രമത്തിൽ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്, ആ വർക്കുകൾ ചെയ്യാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയാണ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്, അല്ലെങ്കിൽ JIT എന്നൊക്കെ നമുക്ക് അബ്രീവിയേറ്റ് ചെയ്ത് പറയാം. And the next one is അടുത്തത് അപ്രന്റീസ്ഷിപ്പ് ആണ്. അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത് എന്താ പറയാ, ജോബിന്റെ സ്ഥലത്ത് അവിടെ ഒരു ചെറിയ ലോ വേജസിന്, അതായത് നമുക്കറിയാം ഒരു ഫിക്സഡ് പീരീഡിലേക്ക് ലോ വേജസിന് ചില കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി. ഇപ്പൊ പണ്ടൊക്കെ അവിടെ ചെയ്തത് പണ്ടെന്ന് എപ്പോഴൊക്കെ ചെയ്യുന്നുണ്ട്, എന്താ പറയാ, ചില ജോലികൾ, ചില എന്താ പറയാ കൈത്തൊഴിലോ അങ്ങനെയൊക്കെ പറയുമല്ലോ നമ്മൾ അല്ലെ, അങ്ങനെയുള്ള ജോലികളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ആളുടെ കീഴിൽ നിന്നിട്ട് നമ്മൾ ജോലി ചെയ്യുന്നു. പക്ഷെ ആ ജോലി ചെയ്യുന്നതിന് അത് ട്രെയിനിങ്ങിനോടൊപ്പം പ്ലസ് ആയിട്ട് നമുക്ക് ഒരു അഡീഷണൽ ആയിട്ട് ചെറിയ ലോവർ വേജസും കിട്ടും. ഒരു ഫിക്സഡ് പീരീഡിലേക്ക് മാത്രമാണത്. ചിലപ്പോൾ ഒരു 2 or 3 months ആകാം, ചിലപ്പോൾ 1 year ആകാം, അത് ഡിപ്പെൻസ് അപ്പോൺ ദ ജോബ്. ജോലിയുടെ അടിസ്ഥാനത്തിൽ അത് നടത്തും. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യും, ആ ട്രെയിനിക്ക് ഒരു ചെറിയൊരു വേജസ് അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യും. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്, സോറി അപ്രന്റീസ്ഷിപ്പ് എന്ന് വിളിക്കാം. നമ്മുടെ ഗവൺമെന്റ് ജോബ് ട്രെയിനിങ്ങിൽ ട്രെയിനിങ് കൊടുക്കുന്നത് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്, ഓക്കെ. ഇനി അടുത്ത നമ്മൾ പറഞ്ഞത് ജോബ് ട്രെയിനിങ്. അന്നത്തെ പോലെ വേറെ എവിടെയെങ്കിലും സിസ്റ്റം നോക്കട്ടെ. തന്നെ പറഞ്ഞു, പക്ഷേങ്കില് അന്ന് എനിക്ക് ദേശീയ
ഹലോ, ശരിയായോ? സൗണ്ട് ക്ലിയറാ. ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് വീണ്ടും നിങ്ങൾ സൗണ്ട് ഇതായി എന്ന് പറയും. അതുകൊണ്ട് ഞാൻ വേറെ അവിടെ പോകുന്നു. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് എന്താ പറയാ, ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡുകളാണ് അടുത്തത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിങ് മെത്തേഡ്സിൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. അതിൽ ഒന്ന് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. ലെക്ചേഴ്സ്, സാധാരണ ലെക്ചർ പോലെ നമ്മൾ ലെക്ചേഴ്സ് ഒക്കെ കേട്ടില്ലേ, എന്താ പറയാ പ്രൊഫഷണൽ അല്ലെങ്കിൽ മറ്റു കോളേജസിലൊക്കെ ലെക്ചേഴ്സ് ഒരു കുറച്ചുകൂടി ഹൈ പോസ്റ്റ് എന്താ പറയാ സ്റ്റാൻഡിൽ നിന്നിട്ട് ഒരു വലിയ ഗ്രൂപ്പിന് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ആ ലെക്ചർ അതുപോലെ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നതാണ്. പക്ഷെ ഇറ്റ് വിൽ ബി ഡൺ, ആ ഒരു ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് കൊടുക്കുന്നത് ഇറ്റ് വിൽ ബി എ പ്ലേസ് വിച്ച് ഈസ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ ഉള്ളിലായിരിക്കില്ല, വർക്ക് പ്ലേസിലായിരിക്കില്ല, ഒരു ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും ആ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനത്തെ ഒരു രീതിയാണ് ലെക്ചർ മെത്തേഡ്. ഒരു ക്ലാസ് റൂം പോലെയൊക്കെ എന്താ ചെയ്യുക, അറേഞ്ച് ചെയ്തിട്ട് ഒരു വലിയ ഹോളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അതിനകത്ത് ഒരു ക്ലാസ്സുകൾ കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയോ ഡെമോൺസ്ട്രേറ്റ് ചെയ്തോ ഒക്കെ കാണിച്ചു കൊടുക്കുന്ന രീതി ലെക്ചർ മെത്തേഡ്. അത് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡിൽ പെടുന്നതാണ്. നെക്സ്റ്റ് വൺ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആണ്. ഇറ്റ്സ് ഓൾസോ എ ക്ലാസ് റൂം ട്രെയിനിങ്. ഇവിടെ അതെ എന്താ പറയാ ക്ലാസ് റൂമിനകത്ത് വെച്ചിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു യൂസിങ് ദ സിമിലർ എക്യുപ്മെന്റ്സ്. അതായത് അതിന് സിമിലർ ആയിട്ടുള്ള വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ളതല്ല, അതിന്റെ എക്യുപ്മെന്റുകളും മെഷീൻസും ഒക്കെ എങ്ങനെയുള്ളതായിരിക്കും, കറക്റ്റ് ആക്ച്വൽ ആയിട്ടുള്ളതല്ല, അതിന്റെ ഒരു രൂപം ഉപയോഗിച്ചിട്ടായിരിക്കും അത്തരം ഇത് കൊടുക്കുക. ഓക്കെ, ഐഡന്റിക്കൽ ആയിട്ടുള്ള മെഷീൻസ്, അതായത് അതിനെ പോലെ തോന്നുന്ന, അറിയാ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ, ചില കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ രൂപ സാദൃശ്യമുള്ള എന്തെങ്കിലും എന്താ പറയാ ഒറിജിനൽ അല്ലാത്തത് ഐഡന്റിക്കൽ ആയിട്ടുള്ള രൂപം കൊണ്ടു വെച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. അതും ഒരു ക്ലാസ് റൂമിനകത്ത് ഒരു ചെറിയ മുറിക്കകത്തൊക്കെ കുറച്ച് പേരെയൊക്കെ കൊണ്ടുവന്ന് ഒരു ഗ്രൂപ്പിലൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ആ എക്യുപ്മെന്റ് ഹൗ ടു ഓപ്പറേറ്റ്, ഹൗ ടു യൂസ് ഇറ്റ് അല്ലെ, അതിന്റെ പാർട്സും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയാണ്. ഓക്കെ, അതും ഓൾസോ വിൽ ബി ഔട്ട്സൈഡ് ദ വർക്ക് പ്ലേസ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വെച്ചിട്ട് തന്നെയല്ല, അത് പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കും അത്തരം ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ കോൺഫറൻസസ് ഓൾസോ, അത് എന്താ പറയാ ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് എല്ലാവരും കൂടി കുറെ ഒരു ഗ്രൂപ്പിനെ ചുറ്റും കൂടി ഇരുത്തിയിട്ട് ഒരു കോൺഫറൻസ് ഹാളിലൊക്കെ ഇരുത്തിയിട്ട് അത് ചെയ്യാം കാര്യങ്ങൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്ന രീതി. ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഫ്രം ദ വേർഡ് ഇറ്റ്സെൽഫ് വി കാൻ അണ്ടർസ്റ്റാൻഡ്. അതും ഒരു വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. അതായത് എന്തെങ്കിലും ജോലി പെർഫോം ചെയ്യാൻ പോകുന്ന ജോലിയെ കുറിച്ചിട്ട് ഓരോരുത്തരും അവരവരുടേതായ ഐഡിയാസ് അവരുടെ സജഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ആ ഒരു പെർഫോമൻസിനെ അല്ലെങ്കിൽ ഒരു ജോബിനെ ഹൗ ടു മേക്ക് ഇറ്റ് എന്താ പറയാ ഫ്രൂട്ട്ഫുൾ, എത്ര മനോഹരമായിട്ട് അല്ലെങ്കിൽ എത്ര ഫ്രൂട്ട്ഫുൾ ആകുന്ന റിസൾട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐഡിയാസ് ഷെയർ ചെയ്ത് അതിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വിളിക്കുക ഗ്രൂപ്പ് ഡിസ്കഷൻ ട്രെയിനിങ് എന്ന് വിളിക്കുക. അപ്പൊ ഗ്രൂപ്പിൽ തന്നെയാണ്. അടുത്തതും പറഞ്ഞു നമ്മൾ കേസ് സ്റ്റഡീസ് അല്ലെ, ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ ചെയ്ത് പഠിക്കുന്നതാണ്, അതാണ് കേസ് സ്റ്റഡീസ്. അതിന് ചില ഉദാഹരണങ്ങൾ നമുക്ക് ലോയർ ആയിട്ട്, അതായത് പഠിപ്പൊക്കെ കഴിഞ്ഞ് നമ്മുടെ LLB ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം നേരിട്ട് വേഗം പോയിട്ട് ആളുകൾ കേസൊന്നും അത്തരം പഠിച്ചിറങ്ങിയ ഫ്രഷേഴ്സിന്റെ കയ്യിലൊന്നും കൊണ്ടുപോയി കേസ് കൊടുക്കില്ല. മീൻസ് കേസിന് നമുക്ക് വേണ്ടി വാദിക്കാൻ നമ്മൾ തെരഞ്ഞെടുക്കില്ല. അത് കുറച്ച് സീനിയർ ആയിട്ടുള്ള, കാരണം എക്സ്പീരിയൻസ് അതിന് നന്നായി വേണം, നന്നായി സംസാരിക്കാനും അല്ലെ പല കാര്യങ്ങളെയും നമുക്ക് നമ്മളുടേതായ രീതിക്ക്, അതായത് ആരാണോ കൊടുത്തിരിക്കുന്ന കേസ് അവരുടെ എന്താ പറയുക ഇതിനായിട്ട് കൊണ്ടുവരുന്ന രീതിയിൽ ഓപ്പോണന്റിനെ ഒക്കെ തകർത്ത് എന്താ പറയാ നമുക്ക് അനുകൂലമായിട്ടുള്ള അല്ലെ ഒരു റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള ആളുകളെ നമുക്ക് വേണം. അപ്പൊ അതിന് കുറച്ച് സീനിയോറിറ്റി കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ നോക്കുള്ളൂ. അപ്പൊ ഫ്രഷേഴ്സ് വരുമ്പോൾ ആ സീനിയർ ആയിട്ടുള്ള ലോയേഴ്സിന്റെ കീഴിൽ കുറച്ച് നാളത്തെ കുറച്ച് ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ട്, സിമിലർലി നമ്മൾ ഡോക്ടേഴ്സ് ആവാൻ പഠിക്കുന്നവരും അതെ ഡോക്ടേഴ്സിന്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്താലും അല്ലെ 5 വർഷമൊക്കെ പഠിച്ചിട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും അപ്പൊ തന്നെ അവര് ഡോക്ടേഴ്സ് ആയിട്ട് എവിടെയെങ്കിലും ഹോസ്പിറ്റൽസിൽ കയറുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും കയറണമല്ലോ, തീർച്ചയായിട്ടും പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഏതെങ്കിലും സീനിയർ ഡോക്ടേഴ്സിന്റെ അടുത്ത് നമുക്കറിയാലോ, നമ്മൾ ഹോസ്പിറ്റൽസിൽ പോകുമ്പോൾ ചിലപ്പോഴെങ്കിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഒരു സീനിയർ നമ്മൾ കാണാൻ പോകുന്ന പേരുള്ള ആ ഡോക്ടറിന്റെ നെയിം ബോർഡ് പുറത്തുണ്ടാവുമല്ലോ. ആ ബോർഡിന്റെ ഉള്ള ഏതെങ്കിലും ഡോക്ടേഴ്സിനെ നമുക്ക്
ഇപ്പൊ എന്താ പറയാ റെഗുലർ ആയിട്ട് നമ്മൾ പോകുന്ന ഒരു ഹോസ്പിറ്റലാണെങ്കിൽ, ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് ചില ഡോക്ടേഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റിൽ അവരെയൊക്കെ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. അപ്പൊ ആ പർട്ടിക്കുലർ ഡോക്ടറിനെ നമുക്ക് കാണാൻ ചെല്ലുമ്പോഴേ ചിലപ്പോൾ അവരുടെ അപ്പുറത്ത് ഒരു 2 കസേരയൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ് അല്ലെ, അതായത് ഫ്രഷേഴ്സ് ആണ്. അപ്പൊ അവരും MBBS ഒക്കെ കഴിഞ്ഞിട്ട് എന്താ പറയാ ഈ സീനിയർ ഡോക്ടറുടെ കയ്യിൽ ഓരോ കാര്യങ്ങൾ എന്താ ഡോക്ടർ ചെയ്യുന്നതെന്നൊക്കെ നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ നോക്കി മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് ഡോക്ടർ ചെയ്യുന്നത്, എന്തൊക്കെ മരുന്നുകളാണ് ഓരോരോ രോഗത്തിന്. അത് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ അദ്ദേഹം അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഓക്കെ, കേട്ടോ? അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ നിങ്ങളുടെ? അതൊക്കെയാണ് കേസ് സ്റ്റഡീസിന്റെ എക്സാമ്പിൾസ് പറയാം. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ലേ? ഇല്ല. റിപ്ലൈ ഉണ്ട്. ഓക്കെ. അടുത്തത് എന്താന്ന് നോക്കിയേ, പ്രോഗ്രാംഡ് അതിന് മുമ്പ് റോൾ പ്ലേയിങ് ആണ്. റോൾ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ ഒരു റോൾ അഭിനയിക്കുക, പ്രിറ്റൻഡ് ചെയ്യുക. പ്രിറ്റൻഡ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലല്ല, പക്ഷെ വി പ്രിറ്റൻഡ് ദാറ്റ് വി ആർ ഇൻ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. നമ്മൾ റിയലി ആ ഒരു സമയത്ത് അങ്ങനെയല്ലെങ്കിലും അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് നമ്മള്. എന്നിട്ടൊരു അഭിനയം, മനസ്സിലായോ? ഇപ്പൊ ഈ മോക്ക് ഡ്രില്ലൊക്കെ നടത്തുന്ന സമയത്ത് നമുക്കറിയാലോ അല്ലെ. ഇപ്പൊ അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ ഏതെങ്കിലുമൊക്കെ ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ ഫയർ ഒക്കെ എങ്ങാനും എക്സ്പ്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ തീപിടുത്തം കഴിയും എങ്ങനെയാണ് അതിനകത്ത് പെട്ടിരിക്കുന്ന ആളുകൾ ഹൗ ടു എസ്കേപ്പ്, എങ്ങനെ എസ്കേപ്പ് ചെയ്യണമെന്ന് ഇങ്ങനെ ഡെമോ പോലെയൊക്കെ കാണിച്ചു കൊടുക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ തീ പിടിച്ചിട്ടാണോ കാണിച്ചു കൊടുക്കുന്നത്? അല്ല, അത് മുമ്പേ തന്നെ. ഇറ്റ്സ് ഓൾസോ എ ട്രെയിനിങ്. അതും ഒരു ട്രെയിനിങ് മെത്തേഡാണ്, മനസ്സിലായോ? അന്നേരം ആ സിറ്റുവേഷൻ അവിടെ ഇല്ല, പക്ഷെ ആ ഒരു റോൾ അഭിനയിക്കുകയാണ്. അപ്പൊ ആ ഒരു തീപിടുത്തം വരുന്ന സമയത്ത് തീ പിടിച്ചു നമ്മുടെ ബിൽഡിങ്ങിന് എന്ന ഒരു എന്താ പറയാ ഒരു അലേർട്ട് വാർണിംഗ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും അപ്പൊ തന്നെ നമ്മൾ എസ്കേപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചിരുന്ന ഒരു രീതി, അതൊരു ട്രെയിനിങ് അല്ലേ? അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലൊക്കെ അങ്ങനെയൊക്കെ ചില പ്രത്യേക സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് ആകണം, അവിടെ നോക്കി നിൽക്കുകയല്ല, കൂടുതലും അപകടങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ ഒരു ട്രെയിനിങ്ങിന്റെ രീതിയാണ്. അതുപോലെ തന്നെ മിക്ക ഓർഗനൈസേഷനിലും ഇതുപോലെ എന്താ പറയുക ഒരു റോൾ പ്ലേയിങ് രീതിയിലൂടെ പല രീതിയിലും ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ട് എംപ്ലോയീസിന്. അത് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ടായിട്ടല്ല, എന്നാൽ ഉണ്ടാകുന്ന സമയത്ത് അത് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഹൗ ടു റിയാക്ട്, എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് അഭിനയിച്ച് കാണിക്കുക. റോൾ പ്ലേയിങ് എന്ന് പറഞ്ഞ അഭിനയം അത് തന്നെയാണ്. ക്ലിയർ ആയോ റോൾ പ്ലേയിങ് മെത്തേഡ്? ആ റോൾ പ്ലേയിങ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം, സെപ്പറേറ്റ്. നമുക്ക് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ പറയുന്നതിൽ എന്താ പറയാ കോൺഫറൻസ് ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ട്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഉണ്ട്, അതുപോലെ തന്നെ ലെക്ചേഴ്സ് ഉണ്ട് അല്ലെ, അങ്ങനെ അതൊക്കെ ഓരോന്ന് റോൾ പ്ലേയിങ് ഉണ്ട്. അതുപോലെ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ഉണ്ട് ആൻഡ് ടീ ഗ്രൂപ്പ് ട്രെയിനിങ് ഉണ്ട്. ഇതൊക്കെ അതിന്റെ മെത്തേഡുകൾ. ഇനി ചിലപ്പോ ഇത് ഡാഷ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് pretending to be someone else or pretending to be in a particular situation that you are not really in at that time. ഒരു സമയത്ത് നമ്മൾ ആ ഒരു സാഹചര്യത്തിലല്ല എങ്കിലും ആ സാഹചര്യമാണെന്ന് തോന്നിപ്പിക്കുന്ന മാതിരി നമ്മൾ അഭിനയിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ റോൾ പ്ലേയിങ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? മനസ്സിലായെങ്കിൽ പെട്ടെന്ന് ഒന്ന് റിയാക്ട് ചെയ്യാട്ടോ, ഇല്ലെങ്കിൽ ഒന്നുകൂടി പറയാം. റോൾ പ്ലേയിങ് ക്ലിയർ അല്ലേ? അപ്പൊ റോൾ പ്ലേയിങ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം ഫുൾ ആയിട്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇത് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് സീരീസ്. ഒരു സീരീസ് പോലെ, അതായത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു സെൻട്രൽ പാനൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടൊക്കെ ഇത് കമ്പ്യൂട്ടറിനെ നമ്മൾ ഗൈഡ് ആക്കി. അതായത് കമ്പ്യൂട്ടറിന്റെ ചില പ്രോഗ്രാമുകളൊക്കെ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അത് സെറ്റ് ആയിട്ട് ഒരു ഒറ്റയടിക്ക് അങ്ങനെ പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ല. ഒരു സീരീസ് ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടറിനെ ഗൈഡ് ആയിട്ട് ഉപയോഗിച്ച് എന്തെങ്കിലും നമുക്ക് പെർഫോം ചെയ്യേണ്ടതായിട്ടുള്ള ചില ഓപ്പറേഷൻസ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈ കമ്പ്യൂട്ടറിൽ ചില പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ, പ്രോഗ്രാമുകളിലെ കമ്പ്യൂട്ടറിന്റെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഒറ്റയടിക്കൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. C++ അല്ലെ, അതുപോലെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ഈ പ്രോഗ്രാമുകൾ ഒറ്റയടിക്ക് ഒരാൾക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് പറ്റുന്നതല്ല. അപ്പൊ കമ്പ്യൂട്ടർ ആസ് എ ഗൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനകത്തുള്ള പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻസ് വിൽ ബി ഗിവൺ ആസ് എ സീരീസ് ബൈ സ്റ്റെപ്പ്. അത് സീരീസ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് ട്രെയിൻ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ആ വർക്കിൽ നിന്ന് തന്നെ ഓർക്കുക, അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. ക്ലിയർ ആയോ? അവിടെ കമ്പ്യൂട്ടർ ആയിരിക്കും, അവിടുത്തെ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു മെഷീൻ ആയിരിക്കും. കമ്പ്യൂട്ടറിനകത്തുള്ള പ്രോഗ്രാമുകളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് ഒറ്റയടിക്ക് പഠിപ്പിക്കുന്നില്ല, സെറ്റ് ഓഫ് സീരീസ് ആയിട്ട് അങ്ങനെ
പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു. ആദ്യം ഒരു സെറ്റ് പഠിപ്പിക്കുന്നു, അടുത്ത സെറ്റ് പഠിപ്പിക്കുന്നു, അങ്ങനെ ഒരു സീരീസ് ഓഫ് സെറ്റ്സ് ആണ്. മനസ്സിലായോ? ആ സ്റ്റെപ്പുകൾ ഓരോന്നും ഇങ്ങനെ ഓരോ ക്രമമായിട്ട് പ്രോഗ്രാമുകൾ മനസ്സിലാക്കി കൊടുക്കുന്നത് എന്തിന്റെ ഹെൽപ്പോട് കൂടി? കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടിയാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് വിളിക്കുക. അതും നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. അത് വേറെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ റോൾ പ്ലേയിങ്ങും പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ ടി ഗ്രൂപ്പും. ക്ലിയർ ആയോ? പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് ക്ലിയർ ആണോ? പറയ്, അണ്ടർലൈൻ ചെയ്തോ എല്ലാവരും? യെസ്, നെക്സ്റ്റ് വൺ ടി ഗ്രൂപ്പ് ട്രെയിനിങ് ആണ്. ഇത് ടി ഗ്രൂപ്പ് ട്രെയിനിങ് അല്ലെങ്കിൽ ട്രെയിനിങ് ഗ്രൂപ്പ്. ടി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ട്രെയിനിങ് ഗ്രൂപ്പ് തന്നെയാണ് കേട്ടോ. അതിനെ ഷോർട്ടായിട്ട് പറയുന്നതാണ്. ട്രെയിനിങ് ഗ്രൂപ്പിനെ ഷോർട്ടായിട്ട് നമ്മൾ പറയുന്നതാണ് ടി ഗ്രൂപ്പ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലേണിംഗ്. ഇതും ഒരു തരം ട്രെയിനിങ് കൊടുക്കുന്ന രീതി, അല്ലെങ്കിൽ ആ ട്രെയിനിങ് കിട്ടുന്ന ആള് പഠിക്കുന്ന ഒരു രീതിയാണ്. അത് എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ചാൽ ഇൻ ദിസ് ദ പാർട്ടിസിപ്പൻസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഗ്രൂപ്പ് ആണല്ലോ. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരാളല്ല, അതിനകത്തുള്ള പാർട്ടിസിപ്പൻസ് എല്ലാവരും എന്ത് ചെയ്യും അറിയാമോ? ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് അവർ ഫോം ചെയ്യും. വിച്ച് നമ്പേഴ്സ് 8 to 14, ഒരു 8 മുതൽ 14 വരെയുള്ള മെമ്പേഴ്സ് വരുന്ന രീതിയിൽ, പാർട്ടിസിപ്പൻസ് വരുന്ന രീതിയിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഫോം ചെയ്ത് ഒരുമിച്ച് അവർ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പീരീഡ് വരെ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? ആ ഗ്രൂപ്പുകാരും ഓരോന്നും കാര്യങ്ങള് എന്താണ് നമ്മള് പെർഫോം ചെയ്യാനുള്ള ജോലി അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഗ്രൂപ്പായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ് അവര് അവരുടേതായ കഴിവുകള്, എക്സ്പീരിയൻസ് ഓൾസോ ക്യാൻ ബി പുട്ട് ഫോർവേഡ്. ആ ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ എക്സ്പീരിയൻസുകളോ മറ്റു കാര്യങ്ങളോ ഇപ്പൊ നമ്മള് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ ആരായാലും പഠിക്കുന്നുണ്ട്. ഒരാളുടെ കീഴിൽ എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് എല്ലാവരും ലേൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ലേൺ ചെയ്ത് കഴിയുമ്പോ ആ പഠിച്ച ആളുകള് അവരുടെ ഐഡിയാസിലും അവരുടെ എന്താ പറയാ കാലിബറിനും അനുസരിച്ച് ചില കാര്യങ്ങൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിരുന്നു. റൈറ്റ്? ശരിയല്ലേ? ആണോ? എല്ലാവരും ഒരേ രീതിയിലാണോ പഠിക്കുന്നത്? ഇവിടെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് തത്തമ്മേ പൂച്ച എന്ന് പറഞ്ഞ പോലെ പഠിക്കുകയാണോ ചെയ്യുക? അല്ല. നമ്മൾ ഇപ്പൊ ഒരു കാര്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്വന്തം ഐഡിയ ഉപയോഗിച്ച് ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്ത് പല കാര്യങ്ങളും അവരുടെ എക്സ്പീരിയൻസ് പ്ലസ് ഇതൊക്കെ കൂടി ചേർത്ത് അവർക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ പറ്റുക? ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ആയതുകൊണ്ട് 8 മുതൽ 14 വരെയുള്ള മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പുകൾ അവരവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി അത് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ദേ ക്യാൻ ഓൾസോ ഷെയർ ദെയർ ഓൺ എക്സ്പീരിയൻസസ്. അവരുടേതായ എക്സ്പീരിയൻസും അവർക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഇഫ് ദേ ഹാവ് സം ഫീലിംഗ്സ് ഇൻ ദാറ്റ് പെർഫോമൻസ്, അവരുടേതായ ഫീലിംഗ്സ് ഷെയർ ചെയ്യാം, അവരുടെ റിയാക്ഷൻസ് ഷെയർ ചെയ്യാം, അവരുടെ പെർസെപ്ഷൻസ്, അവരുടെ ധാരണകൾ ഷെയർ ചെയ്യാം. ആൻഡ് ഓൾസോ അവരുടെ ബിഹേവിയർ ഒക്കെ മനസ്സിലാക്കാം ആ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ. മനസ്സിലായോ? അതാണ്, അത്തരം ഒരു ട്രെയിനിങ് രീതിയാണ് നമ്മൾ ടി ഗ്രൂപ്പ് ട്രെയിനിങ് അല്ലെങ്കിൽ ട്രെയിനിങ് ഗ്രൂപ്പ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ? ക്ലിയർ ആണോ? ടി ഗ്രൂപ്പ് ട്രെയിനിങ് മനസ്സിലായോ? ടി ഗ്രൂപ്പ് ട്രെയിനിങ് അതിന്റെ ഷോർട്ട് ഫോം ഒക്കെ ചോദിക്കാറുണ്ട്. അത് അണ്ടർലൈൻ ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞ ഏതൊക്കെയാണ്? റോൾ പ്ലേയിങ്, അതുപോലെ തന്നെ നമ്മളുടെ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ടി ഗ്രൂപ്പ് ട്രെയിനിങ്. ടി ഗ്രൂപ്പ് ട്രെയിനിങ്ങില് ഇറ്റ് വിൽ ബി the learning will be conducted including 8 to 14 participants. അതായത് ഒരു 8 മുതൽ 14 വരെയുള്ള പാർട്ടിസിപ്പൻസിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പഠിച്ചെടുക്കുന്ന ഒരു ലേണിംഗ് രീതി, പഠിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ ഈ രീതിയിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ each and every members in that particular group can share their own experiences, their reactions. അവർക്ക് അപ്പൊ ആ ഗ്രൂപ്പിൽ നിന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഓരോരുത്തർക്കും ഇപ്പൊ ഞാൻ പഠിച്ചെടുത്തു ഒരു കാര്യം, അപ്പൊ ഞാൻ ലേൺ ചെയ്തെടുത്ത ആ മാറ്റർ അല്ലെങ്കിൽ ആ ഒരു കാര്യം, ആ ജോബുമായി ബന്ധപ്പെട്ടത് എനിക്ക് വേണമെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം. വേറൊരാൾക്ക് അത്രയും മനസ്സിലായിട്ടില്ല. സോ ഐ ക്യാൻ ഷെയർ ഇറ്റ്. എനിക്ക് എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. എന്റേതായ സ്വന്തം ഐഡിയാസും അതേ നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. കണ്ടോ? അതാണ്. അതായത് ഒരു ജോലി നമ്മൾ ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഒരൊറ്റ ഫോർമുല ഉപയോഗിച്ചോ ഒറ്റ രീതിയിലോ ചെയ്യാൻ പാടുള്ളൂ നിർബന്ധമില്ല. അല്ലെ? കുറച്ചും കൂടി എന്താ പറയാ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്യുന്ന ചില ആളുകളുടെ ഐഡിയാസ് ഓൾസോ ക്യാൻ ബി യൂസ്ഡ്. അവർക്ക് അവരുടേതായ സ്മാർട്ട് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഹാർഡ് വർക്ക് അല്ലാത്ത രീതിയിൽ സ്മാർട്ട് വർക്ക് ആയിട്ട് ചെയ്യാനുള്ള ഐഡിയാസ് ചിലർ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതൊക്കെ ഇവിടെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ ടി ഗ്രൂപ്പ് ട്രെയിനിങ്ങിന്റെ പ്രത്യേകത ഉള്ളത്. ഓൾസോ ദേ ക്യാൻ ഷെയർ ദെയർ ബിഹേവിയേഴ്സ്, അവരുടെ പെർസെപ്ഷൻസ് ഷെയർ ചെയ്യാം, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, ഫീലിംഗ്സും റിയാക്ഷൻസും ഒക്കെ അവർക്ക് അവിടെ കാണിക്കാം നമ്മളുടെ ആ ജോലി ആ ട്രെയിനിങ്ങിന്റെ സമയത്ത്. ക്ലിയർ ആണോ?
ഇപ്പൊ മനസ്സിലായോ മഞ്ജുഷ? അണ്ടർലൈൻ ചെയ്യണോട്ടോ ആ ഒരു പോയിന്റ്. ഓക്കെ, യെസ്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്കാണ്. അപ്പൊ നമ്മളിങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു ടോപ്പിക് എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ എംപ്ലോയീസിനെ കുറിച്ച്, ഹ്യൂമൻ റിസോഴ്സുകളെ കുറിച്ച്, പേഴ്സണൽ മാനേജ്മെന്റ്, അതായത് തൊഴിലാളികളെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, പേഴ്സണൽ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ നമ്മൾ പഠിച്ചു. പിന്നെ എന്താ പറയാ, ഇവരെ എങ്ങനെയാണ് ഓർഗനൈസേഷന്റേതായ ചില പോളിസീസ് പഠിച്ചു. ഓർഗനൈസേഷൻ പോളിസീസിൽ വരുന്നതാണ് അതിനകത്ത് ഒരുപാട് റിക്രൂട്ട്മെന്റിന്റെ പ്രോഗ്രാമുകൾ അല്ലെ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു കാര്യങ്ങളാണ് ഇന്റർവ്യൂ. അതിന്റെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സെലക്ഷൻ അല്ലെ. ഇന്റർവ്യൂവിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ഷൻ സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് എന്താ പറയാ, എംപ്ലോയീസിന്റെ പ്രൊമോഷൻ, ഡിമോഷൻ, അങ്ങനെയുള്ള ചില ചെറിയ ചെറിയ ടോപ്പിക്സ് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്, ട്രെയിനിങ്ങിനെ ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർഫോമൻസ് അപ്രൈസലാണ്. ഇടയ്ക്ക് എവിടെയോ നമ്മൾ വായിച്ചു കേട്ടതാണ്, നമ്മളുടെ ടോപ്പിക്കുകളിൽ എവിടേക്കോ നമ്മൾ പറഞ്ഞു പെർഫോമൻസ് അപ്രൈസൽ. അതായത് എംപ്ലോയീസിന്റെ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ള ആളാണ് നമ്മുടെ പേഴ്സണൽ മാനേജർ. അതായത് തൊഴിലാളികളെയൊക്കെ മാനേജ് ചെയ്യുന്ന ആളാണ് പേഴ്സണൽ മാനേജർ. ഈ പേഴ്സണൽ മാനേജറുടെ ഡ്യൂട്ടിയാണ് ടു അസസ് ഓർ to evaluate the performance appraisal of the employees. എംപ്ലോയീസിന്റെ പെർഫോമൻസ് അപ്രൈസൽ നടത്തുക എന്നുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയിയുടെ പെർഫോമൻസ് എസ്റ്റിമേറ്റ് ചെയ്യുക. അത് തന്നെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ഓർ അസസിംഗ് ദ എംപ്ലോയീസ് പെർഫോമൻസ് ഇൻ ടേംസ് ഓഫ് ദെയർ ജോബ്. അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി, നമ്മുടെ ഓർഗനൈസേഷന്റെ ആവശ്യകത അനുസരിച്ച് ഓരോ എംപ്ലോയീസിന് ജോലി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഓർഗനൈസേഷന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ കുറെ കുട്ടികളെ പഠിപ്പിക്കണം, ആ കുട്ടികൾക്ക് വേണ്ട നോട്ട്സ് പ്രൊവൈഡ് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യണം. ആ കുട്ടികളെ നമുക്ക് ഓർഗനൈസേഷനിലേക്ക്, നമ്മളുടെ ഇതിലേക്ക് പഠിക്കാനായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് നമ്മുടെ ഓർഗനൈസേഷന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോ എംപ്ലോയീസിനെയും നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. ആ ജോലിക്കാരെല്ലാവരും എന്ത് ചെയ്യുന്നു, അവരവർക്ക് ജോലികൾ അവരെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് പേഴ്സണൽ മാനേജറുടെ ഡ്യൂട്ടിയാണ്. എംപ്ലോയീസ് ഹൗ ദേ പെർഫോം ദെയർ ഗിവൺ ജോബ്, അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലിക്ക് അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് പേഴ്സണൽ മാനേജർ അത് വ്യക്തമായിട്ട് അസസ് ചെയ്യണം. ആ അസസ്മെന്റ്, ആ പ്രോസസ് ഓഫ് അസസ്മെന്റിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കുക. Okay, a performance appraisal is a process of estimating employees' performance in terms of job requirements. ജോബിന്റെ ആവശ്യകത അനുസരിച്ച് എംപ്ലോയീസിന്റെ പെർഫോമൻസുകൾ എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് വിലയിരുത്തുന്ന, എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ, ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? സെന്റൻസ് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്യണം. ക്ലിയർ ആണോ? നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരാളെങ്കിലും ഇവിടെ തപ്പിടാതെ എനിക്ക് ബാക്കി ഭാഗത്തോട്ട് പോകാൻ പറ്റില്ല. അത് രണ്ട് രീതിയിൽ ഞാൻ ആലോചിക്കും. അങ്ങനെ തപ്പ് വരാൻ വൈകുമോ, ഒന്ന് നിങ്ങൾക്ക് അവിടെ ക്ലിയർ ആകാത്തതാണോ, ഇങ്ങനെ നേരത്തെ പോലെ ഇങ്ങനെ ഡിസ്റ്റർബൻസോ ലാഗോ വരണുണ്ടോ എന്ന് അറിയാനാണോ, അതുകൊണ്ടാണോ വരാത്ത ഉത്തരം? അതല്ല, ഇടുന്നുണ്ട് ഇപ്പുറത്ത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രസന്റ് ചെയ്തിരിക്കുന്നതിന്റെ ഭാഗത്ത് എല്ലാവരും ഒരുപാട് പേര് തമ്പിടുന്നുണ്ട്, പക്ഷെ ഐ കനോട്ട് സീ ഇറ്റ്. ഞാനപ്പോ പിന്നെ ഇങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കുന്ന സാധനം അവിടെ മാറ്റിയിട്ടാണ് എനിക്ക് അപ്പുറത്തേക്ക് നോക്കാൻ പറ്റിയ. ഓക്കെ, അവിടെ എല്ലാം ഹാർട്ടും തമ്പൊക്കെ ഇഷ്ടംപോലെ വരണുണ്ട്, പക്ഷെ അത് മാറ്റിയാലേ കാണാൻ പറ്റുള്ളൂ. അത് മാറ്റാതെ ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേരുണ്ട്. ഞാൻ പേര് വെക്കിട്ടെ, പ്രീത നായർ, അനുമോൾ സക്രിയ, സുമ, ഈ 3 പേര് ഇവിടെ തമ്പിട്ടാൽ എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. കാരണം ആ 3 എന്താ പറയാ, നമ്മളുടെ റെക്ടാങ്കുലർ ബോക്സ് ആണ് അവിടെ കാണുന്നത്. നമ്മുടെ ക്യാമറ എന്താ പറയാ, നിങ്ങളുടെ അക്കൗണ്ടുകൾ കാണുന്നത് ഇത്രയും പേരുടെ. അവര് 3 പേരെ ആരെങ്കിലും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരു റെപ്രസെന്റേറ്റീവ്സ് എന്ന രീതിയിൽ ഞാൻ നോക്കിക്കോളാം. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ പെർഫോമൻസ് അപ്രൈസൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കെ. ഇനി ഈ പെർഫോമൻസ് അപ്രൈസൽ അപ്പൊ എങ്ങനെ നടത്തും? പറഞ്ഞല്ലോ, എംപ്ലോയീസിന്റെ പെർഫോമൻസുകൾ എങ്ങനെയൊക്കെയാണ്, ഇപ്പൊ ഞാൻ ഏത് രീതിയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളത്. ഇവിടെ പേഴ്സണൽ മാനേജർ ഉണ്ടെങ്കിൽ തൊഴിലാളികളൊക്കെ മാനേജ് ചെയ്യുന്ന ആളുകൾ എല്ലാ തൊഴിലിനെയും മാനേജ് ചെയ്യണം. തൊഴിലാളികൾ എന്തൊക്കെ ചെയ്യുന്നു, അവർ കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് അവർ ജോലിക്ക് വരുന്നതും പോകുന്നതും, അവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടീസ് ഒക്കെ അവർ വൃത്തിയായും അക്യുറേറ്റ് ആയിട്ട് കൃത്യമായിട്ടും ചെയ്യണം അല്ലെ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒപ്പിച്ചൊക്കെ വെച്ചുകൊണ്ട് വൈകുന്നേരം വീട്ടിൽ പോയാൽ പറ്റൂല അല്ലെ. അത് നമ്മൾ ചെയ്യുന്ന ജോലിയും
പറ്റാവുന്ന മാക്സിമം എഫേർട്ട് എടുത്ത്, ചിലപ്പോഴൊക്കെ ചില ദിവസമൊക്കെ നമുക്ക് ചില വയ്യായ്കകളൊക്കെ വരുമ്പോ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റില്ല. പക്ഷെങ്കിലും ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്താണ്, ഇഫ് യു ആർ ഓക്കെ അല്ലെ, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ കമ്മിറ്റ്മെന്റോട് കൂടി നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടി ജോലി ചെയ്യണം. എന്നാലാണ് ഓർഗനൈസേഷന്റെ വളർച്ചയും, ഓർഗനൈസേഷൻ വളർന്നാലും നമുക്ക് വളരാൻ പറ്റുള്ളൂ അല്ലെ. ഇന്ന ബിസിനസ് ഓർഗനൈസേഷൻ സമൂഹത്തില്, സൊസൈറ്റിയില് മറ്റേത് ബിസിനസ് സ്ഥാപനങ്ങളെക്കാൾ ഉയർന്നു നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു ജോലിക്കാരനോ ജോലിക്കാരിയാണോ എന്ന് കേൾക്കുന്നത് പുറത്തുനിന്ന് പറയാൻ നമുക്ക് വളരെ എന്താ പറയാ അഭിമാനമാണ്. അത് നമ്മളുടെ സ്റ്റേറ്റസിനെ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷന്റെ വികസനം, വളർച്ച നമ്മൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി നമ്മൾ മാക്സിമം കൊടുക്കണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവരുടെ ജോലികളൊക്കെ പെർഫോം ചെയ്യുന്നത് എന്ന് വിലയിരുത്തേണ്ട ആളാണ് പേഴ്സണൽ മാനേജർ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പേഴ്സണൽ മാനേജറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ക്വാളിറ്റീസ് നമ്മൾ പറഞ്ഞു. അവിടെ കേട്ട ഒരു വേർഡാണ് കേട്ടോ പെർഫോമൻസ് അപ്രൈസൽ. അപ്പൊ എംപ്ലോയീസിനെ എങ്ങനെയാണ് പക്ഷേ ഈ വിലയിരുത്തുക? അവർ കൊടുത്തിരിക്കുന്ന ജോലികളൊക്കെ അതിന് വിലയിരുത്താനുള്ള കുറച്ച് സ്റ്റെപ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവാലുവേഷൻ പ്രോസസ്സ്, പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനകത്ത് വരുന്ന കുറച്ച് സ്റ്റെപ്പാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, they have to establish a performance standard. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എംപ്ലോയീസ് അവരവരുടെ ഔട്ട്പുട്ട് തരുന്നുണ്ടോ എന്നറിയണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ they have to establish a standard. എത്രയാണ് ആ എംപ്ലോയിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരം? ഒരു ടീച്ചറായിട്ട് ജോലിക്ക് വരുന്നു, ഒരു ടെക്നിക്കൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ എന്താ പറയാ ഓപ്പറേറ്റർ ആയിട്ട് കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്ന ടെക്നിക്കൽ ഒരു വിഭാഗത്തിൽ ജോലി ചെയ്യാൻ ഒരാൾ വരുന്നു, അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാൻ ആൾ വരുന്നു. ഏത് ഡിപ്പാർട്ട്മെന്റുകളാണെങ്കിലും അവർ വരുമ്പോ അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇത്ര നിലവാരത്തില് തീരെ മോശം കൂടെ ഒന്നും ആവാൻ പാടില്ല. നമ്മളൊരു നല്ല ക്വാളിറ്റി ഉള്ള, ഇപ്പൊ എന്ത് സാധനം ഉൽപ്പാദിപ്പിച്ചാലും എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും, ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊഡ്യൂസസ് സം ഗുഡ്സ് ഓർ സർവീസസ്. ഒരു ബിസിനസ് സ്ഥാപനം എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷനിൽ ഐദർ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് കുറെ വസ്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ കുറെ സേവനങ്ങളായിരിക്കാം. ഇപ്പൊ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്, ഇവിടെയൊക്കെ സേവനമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്തരം ഓർഗനൈസേഷൻസ് നല്ല ക്വാളിറ്റിയുള്ള സേവനം പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ ടീച്ചിങ് ആണെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ വൃത്തിയായും വ്യക്തമായും പഠിപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കണം അപ്പോൾ ടീച്ചേഴ്സ്. ഓക്കെ, അങ്ങനെയാണല്ലോ അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? പൊതിച്ചിട്ടിട്ട് പോയേനെ അല്ലേ? 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 ആണോ? അല്ലേ? അതെ. അപ്പൊ അത് ഏത് വിഭാഗത്തിലായാലും നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ആ ക്വാളിറ്റി എത്രയാണ് അല്ലെ? നമ്മൾ ടീച്ചിങ്ങിന് പഠിപ്പിക്കാൻ കഴിവുണ്ടായാൽ മതി, അവിടെ കയറിയിട്ട് പഠിപ്പിച്ചോ എന്ന് മാനേജ്മെന്റ് പറയോ? ഇല്ല, അവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിൽ ടീച്ചേഴ്സ് വന്ന് പഠിപ്പിക്കണം. മനസ്സിലായി? ആ ഒരു സ്റ്റാൻഡേർഡ്, ഇത്രാമത്തെ സ്റ്റാൻഡേർഡ് അല്ല ഉദ്ദേശിച്ചത്, നിലവാരം. അവിടെ നിലവാരം എന്ന് പറയുന്ന സ്റ്റാൻഡേർഡാണ്. അപ്പൊ ഇത്ര സ്റ്റാൻഡേർഡ് നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സ് ചെയ്യണം. അത് വെച്ചിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് they have to convey that performance standard. ഈ പെർഫോമൻസ് നമ്മൾ നിങ്ങളിൽ നിന്ന് ഇത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ എംപ്ലോയീസിനോട് അത് കൺവേ ചെയ്യുക. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിസൾട്ട് നിങ്ങൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോ, ഞാനിപ്പോ ടീച്ചേഴ്സിന്റെ എക്സാമ്പിൾ പറയുന്നത്, ഇവിടെ നടക്കുന്ന ഇതൊരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഇവിടെ നടക്കുന്ന സേവനം എന്ന് പറയുന്നത് ഇവിടെ ടീച്ചിങ് ആണ്. അപ്പൊ അത് വെച്ച് ഞാൻ എക്സാമ്പിൾ പറയുന്നു എന്നുള്ളൂ. അതുപോലെ തന്നെയാണ് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും. അപ്പൊ നിങ്ങളിൽ നിന്ന് നമ്മൾ ഇത്ര ഈ രീതിയിലുള്ള പെർഫോമൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം ആളെ അറിയിക്കുക. ഇത്ര കുട്ടികളൊക്കെ ഇവിടെ ഉള്ളതാണ്ടാവും, ആ കുട്ടികളെ കളയരുത് വന്നിട്ട് അല്ലെ? അപ്പൊ നമുക്ക് കൂടുതൽ എന്താ പറയാ കുട്ടികളെ നമുക്ക് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ടീച്ചിങ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ ഇറ്റ് ഹാവ് ടു ബി കൺവേഡ്. അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ് എംപ്ലോയീസിനെ അറിയിച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? then they have to measure the real performance. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അവർക്ക് അവസരം കൊടുക്കുന്നു. ശരി, പഠിപ്പിക്കുന്നു. ടീച്ചേഴ്സിന് അവരവരുടെ ജോലിക്ക് പോകുന്നു, എല്ലാവരും പഠിപ്പിക്കാനായിട്ട് വിടുന്നു. ഓക്കെ, അതിനുശേഷം ആ പഠിപ്പിച്ചതിന്റെ ആ റിയൽ പെർഫോമൻസ് എങ്ങനെയാണെന്നൊന്ന് അളന്നു നോക്കുക. അത് അവരുടെ ക്ലാസ്സുകൾ എടുത്തു നോക്കാം അല്ലെ? അല്ലെങ്കിൽ ക്ലാസ്സുകൾ തന്നെ എടുത്തു നോക്കണം എന്നില്ല. ചില കുട്ടികൾ അപ്പൊ തന്നെ റിയാക്ഷൻസ് നമുക്ക് പല ഗ്രൂപ്പുകളിലും സെൻഡ് ചെയ്യും അല്ലെ? ചില കാര്യങ്ങൾ മോശമാണെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രതികരിക്കും. ടീച്ചർ അല്ല സർ, അല്ലെങ്കിൽ മാം, നിങ്ങൾ തന്നിരിക്കുന്നത് എന്റെ ക്ലാസ് ഇത്തിരി മോശമാണ്, അങ്ങനെ പറയും അല്ലെ? തീർച്ചയായിട്ടും പറയും. അല്ലെങ്കിൽ ചില ടീച്ചേഴ്സ് സൂപ്പറായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, വളരെ നല്ല ക്ലാസ് ആണ്, അത് പറയും. സോ ആ ഒരു ആക്ച്വൽ പെർഫോമൻസ് നമുക്ക് വിലയിരുത്താനുള്ള ഒരു കാര്യമാണ് അത്.
ഒന്ന് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്. ഇത് നമ്മൾ ഒരു പഠിപ്പിക്കുന്ന സർവീസ് നൽകുന്ന ഒരു ഓർഗനൈസേഷനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന, ഇപ്പൊ കുറെ തുണികൾ ഉൽപ്പാദിപ്പിക്കുന്നതാകാം, ചില ചെരുപ്പ് കടയാകാം, അവിടെ പ്രോഡക്ട്സ് ആണ്. അപ്പൊ ആ പ്രോഡക്ട്സ് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ടാൽ അതെങ്ങനെയാ, അതിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ കൊണ്ടുവന്ന് വിൽക്കുന്ന പ്രോഡക്റ്റുകളുടെ ഗുണനിലവാരം അതാണ് കൂടുതൽ കസ്റ്റമേഴ്സിനെ ആ ഒരു ഓർഗനൈസേഷനിലേക്ക് ആകർഷിക്കുക. റേറ്റ് ഇച്ചിരി കൂടുതലായാലും എന്താ പറയാ, ക്വാളിറ്റി കാര്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഓർഗനൈസേഷനെ വളർച്ചയ്ക്കാണ്, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പടികളാണ് ആ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക്, അപ്പൊ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ കുട്ടികളാണ് ഇവിടുത്തെ കസ്റ്റമേഴ്സ്. അപ്പൊ ദേ വിൽ ഗിവ് ദ ഫീഡ്ബാക്ക് that whether it is in the right way, good teachers ചെയ്യുന്നത് ശരിയായ രീതിയിലാണ്, നല്ല ക്ലാസ്സുകളാണ് എന്നുള്ള ഫീഡ്ബാക്കോ അല്ലെങ്കിൽ മോശമാണെങ്കിൽ ആ രീതിയിലോ, അതാണ് റിയൽ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. അത് മെഷർ ചെയ്യും. Then എന്ത് ചെയ്യുന്നു, കമ്പയർ വിത്ത് ദിസ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ് വി ഹാവ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്. ആദ്യം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത സ്റ്റാൻഡേർഡും ഇപ്പോഴുള്ള ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്നിട്ട് കമ്പയർ ചെയ്യുന്നു, താരതമ്യം ചെയ്യുന്നു. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ എന്ത് പറ്റും, ചിലപ്പോ എല്ലാവരും ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തിയിട്ടുണ്ടാവും, ചിലപ്പോ ചിലർ ആ സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടുണ്ടാവും, ചിലര് സ്റ്റാൻഡേർഡിന്റെ ബിലോ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ അതിനുള്ള റിയാക്ഷൻസ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാം. സോ അങ്ങനെ എന്തെങ്കിലും വേരിയേഷൻസ് കണ്ടാൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ റിയൽ പെർഫോമൻസും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇഫ് ദർ ഈസ് എനി ഡിഫറൻസ് ഡിസ്കസ് ദാറ്റ് അപ്രൈസൽ വിത്ത് ദ എംപ്ലോയി. അപ്പൊ എന്താ പറയാ, കുറച്ച് നന്നായി ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചെല്ലുക, അവരെടുത്ത് പറയാം യു ഹാവ് ഡൺ യുവർ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊന്ന് പൊക്കി വിടാം. കാരണം ഇറ്റ്സ് എ മോട്ടിവേഷൻ അല്ലെ. നന്നായി ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കത് അറിയിക്കാം. നിങ്ങൾക്ക് ഫീഡ്ബാക്കുകൾ നമുക്ക് നേരിട്ട് തരുന്നില്ല, ചില എന്താ പറയാ നിങ്ങളുടെ PROs വഴിയോ അല്ലെങ്കിൽ വഴിയോ ഒക്കെ നിങ്ങൾ റിയാക്ഷൻസ് ചില കുട്ടികൾക്ക് അവിടെ സെൻഡ് ചെയ്യാറുണ്ട്. അത്തരം കാര്യങ്ങൾ അവിടെ കിട്ടുമ്പോൾ അത് നമ്മളെ അറിയിക്കുന്നുണ്ട്, നമുക്ക് അത് ഫോർവേഡ് ചെയ്യും നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക്. അത്തരം ടീച്ചേഴ്സ് ഒക്കെ നല്ല ടീച്ചേഴ്സ് ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ആണ്. കണ്ടോ, ആ കുട്ടികൾ അങ്ങനെ പറഞ്ഞു, നമ്മുടെ ക്ലാസ്സിലെ കുറിച്ച് ഇങ്ങനെ ഒരു നല്ലൊരു കമന്റ് പാസ്സാക്കിയിട്ടുണ്ട്, അത് നമുക്ക് ഒരു എന്താ പറയാ ഇൻസ്പിറേഷൻ ആണ്, ഒരു മോട്ടിവേഷൻ ആണ്. അതുപോലെയുള്ള അപ്രൈസൽസ് എംപ്ലോയീസിനെ അറിയിക്കുക, അവർക്ക് അപ്രീസിയേഷൻ കൊടുക്കേണ്ടതാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗിവൺ. അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് അപ്രീഷിയേറ്റ് ചെയ്യുക തന്നെ ചെയ്യുക അല്ലെ. ചില ആൾക്കാർ പറഞ്ഞില്ലേ, സ്നേഹം അതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കേണ്ടതല്ല, അത് പ്രകടിപ്പിക്കേണ്ടത് തന്നെയാണ്. ആണോ, എനിക്ക് സ്നേഹമൊക്കെ ഉള്ളിലുണ്ട്, പക്ഷെ എനിക്ക് അത് പ്രകടിപ്പിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ കൊണ്ടെടുക്കുന്നത്? അതെവിടെ കാണിക്കാൻ പറ്റുക? കാണിക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ കാണിക്കണം. അതുപോലെ എംപ്ലോയീസിന് അവർ ചെയ്യുന്ന ജോലികളിൽ നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, നമ്മൾ പ്രതീക്ഷിച്ചതിൽ അപ്പുറം അവർ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ they have to be appraised or appreciated. അവർക്ക് വേണ്ട അപ്രീസിയേഷൻ, ആദരവും ബഹുമാനവും ഒക്കെ അവർക്ക് കൊടുക്കണം. ഓക്കെ, ബട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ ഇഫ് നെസസറി they have to be corrected. അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി കറക്റ്റീവ് ആക്കണം. എന്ന് വെച്ചാൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അത് നമുക്ക് ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കാൻ പറ്റുന്നവരാണോ നോക്കണം. പറ്റുന്നവരാണെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ കുറച്ച് ചെറിയ ട്രെയിനിങ് കൂടി കൊടുത്തു കഴിയുമ്പോൾ ആ താഴെ നിലവാരത്തിന്റെ താഴെ സ്റ്റാൻഡേർഡിന്റെ താഴേക്ക് ഒരുപാട് താഴേക്കൊക്കെ പോയവരെ ചിലപ്പോൾ നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് പല രീതിയിലും ട്രെയിനിങ്ങോ ഒക്കെ കൊടുത്ത് ചിലപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെ പറ്റും എന്നുള്ളവരെ അങ്ങനെ അതിന് വേണ്ടിയിട്ട് കറക്ഷൻ മെഷേഴ്സ് എടുക്കുക. അല്ലാത്തവരെ എന്ത് ചെയ്യും, ഇത് കറക്റ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, ഇവര് എങ്ങനെ വന്നാലും ഇങ്ങനെ തന്നെ ചെയ്യാൻ പോകുള്ളൂ. സോ അങ്ങനെയുള്ളവരെ വിട്ടേക്കുക, അവരെ പറഞ്ഞു വിട്ടേക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് പെർഫോമൻസ് അപ്രൈസലിന്റെ രീതി. അപ്പൊ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് കൊണ്ട് എന്താ കാര്യം അറിയാമോ? ഇറ്റ് മേ ലീഡ് ടു പ്രൊമോഷൻ ഓർ ഓൾസോ ഡിമോഷൻ. ഇപ്പൊ ഇതുകൊണ്ട് എന്താ പോണം, അല്ലെങ്കിൽ എന്താ ഇതിന്റെ ഒരു എഫക്ട് എന്ന് പറയുന്നത്, ഈ പെർഫോമൻസ് അപ്രൈസൽ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറത്തെ ലെവലാണോ എംപ്ലോയി എന്ന് കാണുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ, അവരുടെ ഓപ്പർച്യൂണിറ്റീസ് പാഴാക്കാതെ അവർക്ക് പ്രൊമോഷൻ കൊടുക്കാം. വേണമെങ്കിൽ അയ്യോ ഈ ജോലി നല്ല അവർക്ക് അതിനേക്കാൾ നല്ല കഴിവുണ്ട്, അയാൾക്ക് കുറച്ച് പ്രൊമോഷൻസ് കൊടുത്ത് കുറച്ചുകൂടി അപ്പർ ലെവൽ അപ്പർ സ്റ്റാറ്റസിലേക്ക് കുറച്ചുകൂടി ഇൻക്രീസ് ദ സാലറി ഗ്രൂപ്പിലേക്ക് ആളെ മാറ്റാം. അത് പ്രൊമോഷനിലേക്ക് ലൈൻ നയിക്കും എന്ന് പറയുന്നത്. അതേസമയം തന്നെ പെർഫോമൻസ് നമ്മൾ അസസ് ചെയ്ത് കഴിയുമ്പോൾ ചില എംപ്ലോയീസിനെ ഒട്ടും തന്നെ നമുക്ക് എന്താ പറ്റുന്നില്ല എങ്കിൽ അത് എന്ത് ചെയ്യും, താഴേക്ക് ഇടും. ഒരു എത്ര ശ്രമിച്ചിട്ടും നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡിന്റെ അടുത്ത് പോലെ എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യാം, ചിലപ്പോൾ ഡിമോട്ട് ചെയ്യാൻ പറഞ്ഞാൽ പ്രൊമോഷന്റെ ഓപ്പോസിറ്റ് ആ പൊസിഷൻ കൊടുക്കേണ്ട ആൾക്ക് അതിനുള്ള കഴിവില്ല, ആളെ താഴ്ത്ത നിലയിലേക്ക് തട്ടിക്കുക, അങ്ങോട്ടേക്ക് മാറ്റും. ചിലപ്പോ അതിനൊട്ടും പറ്റിയില്ലെങ്കിൽ തിരിച്ചുവിടാം. അപ്പൊ മനസ്സിലായോ പെർഫോമൻസ് അപ്രൈസലിന്റെ ആ ഒരു പ്രോസസ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന്? ക്ലിയർ ആയോ? ആദ്യം തന്നെ പെർഫോമൻസ് എന്താ പറയാ സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ എസ്റ്റാബ്ലിഷ് ദ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്.
കൺവേ ദ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് വിത്ത് ദ എംപ്ലോയീസ്. എംപ്ലോയീസിനോട് ആ സ്റ്റാൻഡേർഡിനെ കുറിച്ച് എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കൺവേ ചെയ്യുക. ദെൻ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുക. റിയൽ ആയിട്ടുള്ള അത് ചെയ്യുന്ന പ്രവർത്തികൾ എന്തൊക്കെയാണ്, ജോലികളൊക്കെ ശരിയാണോ, ശരിയായ രീതിയാണോ എന്ന് റിയൽ പെർഫോമൻസ് മെഷർ ചെയ്യുക. ആഫ്റ്റർ മെഷറിംഗ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി കമ്പയർഡ്, ദ ആക്ച്വൽ പെർഫോമൻസ് ഷുഡ് ബി കമ്പയർഡ് വിത്ത് ദ സ്റ്റാൻഡേർഡ്. അതിനുശേഷം നമ്മൾ ആക്ച്വൽ പെർഫോമൻസും ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത സ്റ്റാൻഡേർഡ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. കമ്പയർ ചെയ്തിട്ട് എംപ്ലോയീസിന് എന്താ പറയാ അപ്രൈസൽസ് ആണെങ്കിൽ അത് അവരുമായി ഡിസ്കസ് ചെയ്യാം. നന്നായി ചെയ്തു അതൊക്കെ അവരോട് പറയാൻ മനസ്സിലാക്കുക. വളരെ മോശമായിട്ടുള്ളവരാണെങ്കിൽ അതിന് കറക്റ്റീവ്സ് ചെയ്യാനുള്ള, കറക്റ്റ് ആക്കാനുള്ള ആക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് മോട്ടിവേഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഇറ്റ് മേ ലീഡ് ടു മോട്ടിവേഷൻ ഓഫ് ദ എംപ്ലോയീസ്. ഇങ്ങനെ പെർഫോമൻസ് അപ്രൈസൽ ചെയ്ത് കഴിയുമ്പോൾ ചില എംപ്ലോയീസിനെ നമുക്ക് വളരെ ബെസ്റ്റ് ആയിട്ട് നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് തരുന്ന എംപ്ലോയീസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കണ്ടോ, അവരെ എല്ലാ എംപ്ലോയീസിന്റെ മുമ്പിലൊക്കെ ഒന്ന് വിളിച്ചു നിർത്തി അവർക്കൊരു എന്താ പറയാ അവരെയൊക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, ഒന്ന് അനുമോദിക്കുക. ഇത് നമ്മുടെ ഓർഗനൈസേഷൻ വേണ്ടി ഇത്രയും നമ്മൾ ഉദ്ദേശിച്ചില്ല, ഇയാളെ കുറിച്ച് ഇത്രയും ഇയാൾ ചെയ്യുന്നു, പക്ഷെ ആള് നമ്മൾ പ്രതീക്ഷിച്ചതിൽ അതിനേക്കാൾ അപ്പുറം ആളുടെ പെർഫോമൻസ് ഇവിടെ ഉണ്ടാവുകയും അത് ഓർഗനൈസേഷന്റെ ചില എന്താ പറയാ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ അത് ആളുകളുടെ മുമ്പിൽ, എല്ലാവരുടെയും മുമ്പിൽ, കാരണം എല്ലാ മനുഷ്യരും മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകരിക്കപ്പെടാനും അല്ലെ തങ്ങളുടേതായ വളർച്ച മറ്റുള്ളവരെ അറിയിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാ. ഇതിന്റെ ഉള്ളിൽ എന്തായാലും ആഗ്രഹമുണ്ട്. അയ്യോ ഞാൻ അങ്ങനെ പേരും പെരുമയൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മൾ വാക്കുകൊണ്ട് പറയുമെങ്കിലും പക്ഷെ നമ്മുടെ ഇൻസൈഡ് അവർ മൈൻഡ്സ്, നമ്മുടെ മനസ്സിന്റെ ഉള്ളില് എന്തുണ്ട്, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് നല്ല വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നവരല്ലേ? അല്ലെ, നിങ്ങളൊക്കെ അങ്ങനെയാണോ? അല്ലെ, നമ്മളെ കുറിച്ച് മോശം പറയാനാണോ നമ്മൾ ആഗ്രഹിക്കുക? എല്ലാവരും ഒരു സാധനം പറയില്ല, പഠിപ്പിക്കില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാനല്ലല്ലോ ഇഷ്ടം. നമ്മളെ കുറിച്ച് മറ്റുള്ളവരെ നല്ല രീതിയിൽ അംഗീകരിക്കാനും നമ്മുടെ സ്റ്റേറ്റസ് നമുക്ക് തരാനും നമ്മളോടുള്ള എന്താ പറയാ റെസ്പെക്ട് മറ്റുമൊക്കെ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെയാണ്. അപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ ആളുകളോട് എംപ്ലോയീസിനോട് കൺവേ ചെയ്യുമ്പോൾ they get motivated. അത് അവർക്ക് മോട്ടിവേഷൻ കാരണമാകും. Now we are going to study next topic, that is motivation. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ അടുത്ത ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് കൂടുതലും എംപ്ലോയീസിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ, അതായത് ഇൻക്രീസ് ഇൻ ദ പെർഫോമൻസ്, അതായത് ഓരോ എംപ്ലോയീസിന്റെയും, അത് ഓർഗനൈസേഷനിലെ ഇൻഡിവിജ്വൽ ആയിട്ടോ മൊത്തത്തിലുള്ള ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസും ആയിട്ടോ ഇവരുടെയൊക്കെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മോട്ടിവേഷണൽ പ്രോസസ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ചില മോട്ടിവേഷണൽ പ്രോസസ്സുകൾ ഓർഗനൈസേഷനിൽ കൊണ്ടുവരണം. ദ ഗോൾസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ആൻഡ് ദ ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഇൻഡിവിജ്വൽസിന്റെയും എന്താ പറയാ ക്യാൻ ബി അറ്റൈൻഡ്, അവരുടെയൊക്കെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വർക്കേഴ്സിനെ പെർസ്വേഡ് ചെയ്യണം. എന്ന് വെച്ചാൽ വർക്കേഴ്സിനെ സ്വാധീനിക്കണം, ഇൻസ്പയർ ചെയ്യിക്കണം, അല്ലെ, അവരെ പ്രോത്സാഹിപ്പിക്കണം. എങ്ങനെയാ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുക? അവരെങ്ങനെ ഇൻസ്പയർഡ് ആക്കാൻ പറ്റുക? പെർസ്വേഡ് ചെയ്യാൻ പറ്റുക? പ്രചോദിപ്പിക്കാൻ പറ്റുക? ത്രൂ മോട്ടിവേഷണൽ പ്രോസസ്സിലൂടെയാണ്. ഓക്കെ, our sentence underline ചെയ്യുന്നത് the goals of the individuals and the organization can be attained through persuading workers towards productive performance called motivational process. Underline ചെയ്യാം. സോ അങ്ങനെ വരുമ്പോ എന്താ പറയാ, അത് കൂടുതൽ മോട്ടിവേഷൻസ് കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ അട്രാക്ട്, അത് എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുകയും അവർ ആ ഒരു പ്രോസസ്സ് കൂടുതൽ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ഈ മോട്ടിവേഷണൽ പ്രോസസ്സ് ഒറ്റ പ്രാവശ്യം മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല, അത് വീണ്ടും കണ്ടിന്യൂഷൻ പ്രോസസ്സാണ് അണ്ടിൽ ഒബ്ജക്റ്റീവ്സ് ഹാവ് അറ്റൈൻഡ്. ബിസിനസ് ഓർഗനൈസേഷൻ എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആ ലക്ഷ്യം നേടുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ സാധനം കൊടുക്കണം. ഏത് സാധനം? മോട്ടിവേഷണൽ പ്രോസസ് കൊടുക്കണം. So what is the objective of motivation? എന്താണ് objective? മോട്ടിവേഷന്റെ objective എന്ന് പറയുന്നത് the most important purpose or objective of motivation is to create conditions in which people are willing to work. അതായത് ആളുകളെ, ഒരു ജോലി നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് അറിയോ? രണ്ട് രീതിയിൽ ചെയ്യാം. ഇന്നത്തെ കാലത്ത് ജോലികൾ ചെയ്യാനേ പണ്ടൊക്കെ പറയില്ലേ, ഹാർഡ് വർക്ക്, കഷ്ടപ്പാടാണ്, അല്ലെ, ഭയങ്കര കഠിനാധ്വാനാണ്, കഷ്ടപ്പെടുന്ന ജോലിയാണ്. രണ്ട് രീതിയിൽ നമുക്ക് ജോലി ചെയ്യാം, ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും.
പക്ഷെ ഇന്നെല്ലാവരും എന്താ പറയാ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്മാർട്ട് വർക്കാണ്, സ്മാർട്ട് വർക്ക്. അപ്പൊ ഈ കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനേക്കാൾ സ്മാർട്ടായിട്ട് ചെയ്യാനായിട്ട് ആളുകളെ, അതിനു വേണ്ടിയിട്ട് ആളുകളെ എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകളാക്കി മാറ്റുക. അങ്ങനെയുള്ള ആളുകളാക്കി മാറ്റാനായിട്ട് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആകുന്നത് എങ്ങനെയാ? വിത്ത് പാഷൻ. ഇതെന്റെ ഒരു ജോലി, ഇത് ജോലി എന്നതിനേക്കാളും എന്റെ ഒരു എന്താ പറയാ എന്റെ ഒരു ഹരമാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം ചെയ്യുന്നത്, ഈ ജോലി ടീച്ചിങ് ആയിക്കോട്ടെ മറ്റേതെങ്കിലും അതെന്റെ ഒരു ഹരമാണ്. അതൊരു പാഷനോടുകൂടി, ഒരു ഇനീഷ്യേഷനോടുകൂടി, വളരെയധികം ഇൻട്രസ്റ്റ് ആൻഡ് എന്തൂസിയാസം, വളരെ സന്തോഷത്തോടും താല്പര്യത്തോടൊക്കെ കൂടി ആൻഡ് വിത്ത് ഹൈ പേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് മോറൽ സാറ്റിസ്ഫാക്ഷൻ. അതെങ്ങനെയാ? പേഴ്സണൽ ആയിട്ട് എന്റെ വ്യക്തിപരമായിട്ടും ഗ്രൂപ്പായിട്ടും. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരുപാട് വർക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ജോലിക്കാര്, അവരുടെയൊക്കെ ഒപ്പം വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വിത്ത് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ വളരെ വിശ്വാസത്തോടെ, ലോയൽറ്റി ആൻഡ് ഡിസിപ്ലിൻ, അച്ചടക്കത്തോടെയൊക്കെ, ആൻഡ് ഓൾസോ വിത്ത് പ്രൈഡ് ആൻഡ് കോൺഫിഡൻസ്, വളരെ അഭിമാനത്തോടും ഒക്കെ കൂടി ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് തന്നിരിക്കുന്ന ജോലികളൊക്കെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യാം. അങ്ങനെയുള്ള ഒരു അവസ്ഥ, ഒരു കണ്ടീഷൻ എന്ത് ചെയ്യുക, സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷ്യം. എന്തിന്റെ ലക്ഷ്യം? മോട്ടിവേഷന്റെ. അപ്പൊ ആളുകളെ കൊണ്ട്, ജോലി ചെയ്യുന്നവരെ കൊണ്ട് അവരെങ്ങനെ ജോലി ചെയ്യണം? വിത്ത് പാഷൻ, ഇനീഷ്യേറ്റീവ്, ഇൻട്രസ്റ്റ്, enthusiasm, high personal and group moral satisfaction, sense of responsibility, loyalty, confidence, discipline, pride and കോൺഫിഡൻസ്. ഓക്കെ, ഇത് ഈ രീതിയിൽ എല്ലാവരും ജോലി ചെയ്യണം. ഈ പറയുന്ന ഒരുപാട് ഗുണങ്ങൾ വെച്ചിട്ടാണ് ജോലി ചെയ്യേണ്ടത്. ഇതെല്ലാം പോസിറ്റിവിറ്റിയാണ്. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ടോ നോക്കിയേ, ഒന്നും നെഗറ്റീവായിട്ടുള്ള വേർഡ് അവിടെ ഉപയോഗിച്ചിട്ടില്ല. എല്ലാം പോസിറ്റീവാണ്. സന്തോഷത്തോടെ, സമാധാനത്തോടെ, അഭിമാനത്തോടെ, വിശ്വാസത്തോടെ, അതുപോലെ തന്നെ താല്പര്യത്തോടെ, വളരെയധികം പ്രചോദിതരായിട്ട്, വളരെ പാഷനായിട്ട് എല്ലാ മനുഷ്യരെയും ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ട അവസ്ഥകൾ, കണ്ടീഷൻസ്, വ്യവസ്ഥകൾ ക്രിയേറ്റ് ചെയ്യുക. അതാണ് മോട്ടിവേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പർപ്പസ്. ക്ലിയർ ആയോ? വലിയ കാട്ടൊരു സെന്റൻസ് ആണ്, പക്ഷെ ഇത്രേ ഉള്ളൂ, സിമ്പിൾ സെന്റൻസ് ആണ്. ക്ലിയർ? ആൻഡ് മോട്ടിവേഷണൽ ടെക്നിക്സ് വിൽ ലീഡ് ടു എംപ്ലോയീസ് ഗ്രോത്ത്. തീർച്ചയായിട്ടും മോട്ടിവേഷന്റെ കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അത് തീർച്ചയായും എംപ്ലോയീസിന്റെ വളർച്ച തന്നെയാണ്. എംപ്ലോയീസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് മോട്ടിവേഷണൽ ടെക്നിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് ഫുള്ളും അങ്ങനെ അണ്ടർലൈൻ ചെയ്യണം. ഒബ്ജക്റ്റീവ്സ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ആ ഒരു പാരഗ്രാഫിനകത്ത് ഫുള്ളും നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഒന്ന് 2 സെന്റൻസേ ഉള്ളൂ. ആ 2 സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. വായിച്ചോ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് എന്താ പറയാ, മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ചില ടെക്നിക്സ് വിച്ച് ഈസ് അഡോപ്റ്റഡ് ബൈ ദ ബിസിനസ് ഓർഗനൈസേഷൻസ്. സാധാരണ മിക്ക ബിസിനസ് ഓർഗനൈസേഷൻസും ഇതുപോലെ മോട്ടിവേറ്റഡ് ആക്കാൻ, എംപ്ലോയീസിനെ കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കാൻ ചില ടെക്നിക്കുകൾ, ചില കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് മാനേജ്മെന്റ്. അപ്പൊ എന്താണ് മാനേജ്മെന്റിന്റെ ഈ മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ടെക്നിക്സ്? ചില കാര്യങ്ങൾ അവിടെ ഡിസൈൻ ചെയ്തിട്ട് മെയിൻലി ഈ പറയുന്ന മോട്ടിവേഷൻസ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ഫോം ഓഫ് ഫിനാൻഷ്യൽ മോട്ടിവേഷൻസും ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സും ഉണ്ട്. അതായത് ചില ബിസിനസ് ഓർഗനൈസേഷൻസ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും മോട്ടിവേഷൻസ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുക. പക്ഷെ ചിലര് നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായിരിക്കും ഫിനാൻഷ്യൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാക്കുമല്ലോ. എങ്ങനെയായിരിക്കും? ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി the payment of money ആയിട്ട്, പണമായിട്ട്, വേജസ്, സാലറി, ബോണസ്, പിന്നെ പ്രോഫിറ്റ്, ബിസിനസിന് ലാഭമൊക്കെ ഉണ്ടാവുമ്പോഴേ ആ ലാഭത്തിൽ നിന്ന് ഒരു ഷെയർ വേറെ, പിന്നെ ലീവ് വിത്ത് പേ, ലീവ് എടുക്കുമ്പോഴും അതിന്റെ പേയ്മെന്റ്, ലീവ് എടുക്കണ്ടേ, ഇപ്പൊ ലീവാണ് പക്ഷെ അന്നത്തെ കാശ് കട്ട് ചെയ്യുന്നില്ല, അത് പേയ്മെന്റ് തന്നെ ആയിട്ട് കൊടുക്കുന്നു. അത്
ഒരു മോട്ടിവേഷൻ ആണ് എംപ്ലോയീസിന്. അതെല്ലാ എംപ്ലോയീസിനൊന്നും കിട്ടില്ല. ഇതുപോലെ പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുകയും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെതായ ഗോൾസ് ലക്ഷ്യം ആക്കി വളരെ കമ്മിറ്റ്മെന്റോടുകൂടി ജോലി ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അവര് എന്താ പറയാ അങ്ങനെയുള്ള ചില എക്സ്ട്രാ ബെനിഫിറ്റ് ഒക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. ആ എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഇൻ ദ ഫോം ഓഫ് മണി, പണരൂപത്തില് ഫിനാൻഷ്യൽ ആയിട്ട് അത് പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് വിളിക്കാം. പിന്നെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, ഇപ്പൊ നമ്മള് ജോലി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കുറച്ച് ദിവസമൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയി, അവിടെ പൈസ ഒക്കെ ഒരുപാട് ചെലവായി, ആ പൈസ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുക, റീഇംബേഴ്സ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൈസയായിട്ട് കൊടുക്കുന്നതാണ് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്. മനസ്സിലായോ? ബിസിനസ് ഓർഗനൈസേഷൻസ് പണമായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അത് ഫിനാൻഷ്യൽ മോട്ടിവേഷൻ എന്ന് പറയും. അതേസമയം നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ എന്തായിരിക്കും? അപ്പൊ ഇത് മോണിറ്ററി ടേംസിലല്ല കൊടുക്കുക, പണമായിട്ടല്ല കൊടുക്കുക. മോണിറ്ററി റിവാർഡ്സ് അല്ലാതെ കൊടുക്കുന്ന മോട്ടിവേഷൻസിനെയാണ് നമ്മൾ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻസ് അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ കൊടുക്കുന്നവരെയാണ് നമ്മൾ അങ്ങനെ നോൺ ഫിനാൻഷ്യൽ ആയിട്ട് പണരൂപത്തിൽ അല്ലാതെയുള്ള മോട്ടിവേഷൻസ് കൊടുക്കുന്നവരെ നമ്മൾ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്ന് വിളിക്കും. ക്ലിയർ ആയോ? ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആരെന്ന് മനസ്സിലായില്ലേ? അണ്ടർലൈൻ ചെയ്യണം. അപ്പൊ രണ്ട് രീതിയിലാണ് കേട്ടോ മോട്ടിവേഷൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ടെക്നിക്സ് ഉള്ളത്. ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സും നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സും, അതാണ് മെയിൻ ഹെഡിങ്. ഇനി ഈ ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ കാശായിട്ട് തന്നെ അത് വേജസ്, സാലറി, ബോണസ്, പ്രോഫിറ്റ് ഷെയറിങ്, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, ലീവ് വിത്ത് പേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കാശായി കൊടുക്കുന്നത് ഫിനാൻഷ്യൽ മോട്ടിവേഷൻ. അതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ആളുകളാണ് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്. എന്നാൽ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ഇറ്റ് ഈസ് നോട്ട് ലിങ്ക്ഡ് വിത്ത് മോണിറ്ററി റിവാർഡ്സ്. മോണിറ്ററി റിവാർഡ്സ് ഒന്നും അല്ല അവിടെ ഈ പറയുന്ന ആൾക്കാർ കൊടുക്കുന്നത്. പിന്നെ എന്താ? പിന്നെ പറയുന്നതാണ് ഈ കുറെ സാധനങ്ങൾ കുത്തിട്ട് ഉള്ളച്ചിട്ട് കാണിച്ചിട്ട് അപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്, സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്, കോമ്പറ്റീഷൻ, ഡെലഗേഷൻ ഓഫ് അതോറിറ്റി, participation, job enlargement, job rotation, job enrichment, then reinforcement and quality of work life. ഇതൊക്കെ നോൺ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ എന്താ പറയാ മോണിറ്ററി അല്ലാത്ത രീതിയിലുള്ള മോട്ടിവേഷൻസിന് എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആയോ? ഇത് ഇത്രയെല്ലാം ഉണ്ട് കേട്ടോ. അപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രൈസ് എന്താ? അതായത് അവർ ചെയ്യുന്ന ജോലിക്ക് കാശായിട്ടൊന്നും കൊടുക്കുന്നില്ല, ഒരു പ്രസ്റ്റീജിയസ്, അതായത് അവർക്ക് അവരുടേതായ ചില എന്താ പറയാ ഒരു എന്താ പറയാ നമ്മളൊരു പുകഴ്ത്തല് അല്ലെങ്കിൽ അവരെ എന്താ പറയാ അനുമോദിക്കല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതാണ്. അപ്പൊ കാശായിട്ടല്ല കൊടുക്കുന്നത്, ഒരു അനുമോദനം അല്ലെങ്കിൽ എന്താ പറയാ അനുമോദനം, പ്രൈസല് അല്ലെ, അവർക്ക് വേണ്ട കുറച്ച് അവരെ ഒന്ന് പ്രശംസിക്കുക, അതന്നെ പ്രശംസയും അല്ലെങ്കിൽ പുകഴ്ത്തലൊക്കെ പ്രൊവൈഡ് ചെയ്യാം. കാശ് നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ, കാശായിട്ടൊന്നുമില്ല എന്ന് ചോദിക്കുന്ന പോലെ അതൊക്കെ തന്നെ. യെസ്, അതാണ് നോൺ ഫിനാൻഷ്യൽ എന്താ പറയാ മോട്ടിവേറ്റേഴ്സിന് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്രൈസ്, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്, അത്രേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കുക. പോയിന്റുകളുടെ ഇതാണ് ഇമ്പോർട്ടന്റ്. ആ ബുള്ളറ്റ് ഇട്ട് എഴുതിയിരിക്കുന്ന ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സെന്റൻസ്. ചില സെന്റൻസ് ടോപ്പിക്കിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. എക്സ്പ്ലനേഷൻ പറയുന്നത് മാത്രം മാർക്ക് ചെയ്താൽ മതി, അല്ലാത്തതൊക്കെ പോയിന്റ് ആണ്. അപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്, അതൊരു പോയിന്റ്. അടുത്തത് സ്റ്റേറ്റസ് ആൻഡ് പ്രൈഡ്, അതായത് ഒരു സ്ഥാനം, പദവി, അഭിമാനം, ഇതൊക്കെ എന്താ പറയാ ചില സ്റ്റാറ്റസ് സിംബൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. സിംബൽസ്, അതായത് ഇന്ന ആള് ചിലപ്പോ ചില എംപ്ലോയീസ് വളരെ നല്ല രീതിയിലുള്ള ജോലി പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നു, അവരെ നമ്മൾ അവർക്ക് ഒരു പ്രത്യേക പദവിയൊക്കെ കൊടുത്ത് അംഗീകരിക്കുന്നു, ഒരു പ്രത്യേക പദവി. അത് ചിലപ്പോൾ ചില സിംബൽസ് ആയിരിക്കാം. ഇന്ന ആള് ഇന്നത്, അപ്പൊ ആൾക്കൊരു എന്തെങ്കിലും ഒരു സിമ്പിൾ, ഒരു അടയാളമോ അങ്ങനെ ചിലപ്പോ എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും വെക്കാനുള്ളതോ ഒരു അധികാരം കുറച്ചുകൂടി കൂടുതൽ കൊടുത്തതിന്റെ ഒരു ചെറിയ അടയാളങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. മറ്റ് എംപ്ലോയീസിൽ നിന്നും ഡിസ്റ്റിങ്ഷ്ഡ് ആയത് എന്ന് വെച്ചാൽ എന്താ പറയാ അവരിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള ചില പദവികളും കാര്യങ്ങളൊക്കെ കൊടുക്കുക, അംഗീകാരമൊക്കെ. അങ്ങനെ ചിലപ്പോൾ കൊടുക്കുമ്പോഴില്ലേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ചില കോസ്റ്റ്ലി ഫർണിച്ചർ, നേരത്തെ ഇതിന്റെ കസേരയൊക്കെ മാറ്റി കുറച്ചുകൂടി സെറ്റപ്പുള്ള കസേരയൊക്കെ പ്രൊവൈഡ് ചെയ്യുക. കാരണം എന്താ, ആള് നമ്മളുടെ മറ്റ് എംപ്ലോയീസിനിൽ നിന്നും കുറച്ചുകൂടി അവരുടെ വർക്കും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ അസസ് ചെയ്ത് കഴിഞ്ഞപ്പോ കണ്ടെത്തിയതിന്റെ റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അത് ഒരു വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള പെർഫോമൻസ് ആണ് ആള് തന്നിരിക്കുന്നത്. സോ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന രീതിയിൽ ഒരു കോസ്റ്റ്ലി ഫർണിച്ചർ പ്രൊവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ ആളിരിക്കുന്ന സ്ഥലത്ത് ചില എന്താ പറയാ നല്ല കാർപ്പറ്റ് കുഷ്യനൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഫ്ലോറൊക്കെ ഒന്ന് കുറച്ചുകൂടി ഇതാക്കുക,
കുറച്ചുകൂടി സൗകര്യങ്ങൾ കൂട്ടുക. ചിലപ്പോ ആയിരിക്കുന്ന ഭാഗത്ത് ഒരു നല്ല പിക്ചറും മറ്റല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടു ഹാങ് ചെയ്യുക വാളില്. ഓക്കെ, അല്ലെങ്കിൽ ആൾക്ക് ഇയാളുടെ കീഴിൽ വേറൊരു പേഴ്സണൽ അസിസ്റ്റന്റിനെ കൊടുക്കുക. കണ്ടോ, ഇതൊക്കെ ആളുടെ സ്റ്റേറ്റസും പ്രൈഡൊക്കെ വർദ്ധിക്കുന്നത്. അത് കാശായിട്ടല്ല, ഇതൊക്കെ ഇതുപോലുള്ള സാധനങ്ങളോ ഇതുപോലുള്ള സൗകര്യങ്ങളോ ഇതുപോലെ ചില വ്യക്തികളെ അസിസ്റ്റന്റ് ആക്കിയോ കൊടുക്കുന്ന രീതി. ക്ലിയർ ആയോ? മനസ്സിലായോ? അതും ബിസിനസ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ആദ്യത്തെ അപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്, പുകഴ്ത്തല്, പ്രശംസിക്കലൊക്കെ. രണ്ടാമത്തെ സ്റ്റേറ്റസ് ആൻഡ് പ്രൈഡ്. സ്റ്റേറ്റസ് ആൻഡ് പ്രൈഡ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഡിസ്റ്റിംഗ്വിഷ്ഡ് ആയിട്ടുള്ള സിംബൽസും മറ്റൊക്കെ കൊടുക്കുക. അതോടൊപ്പം ചിലപ്പോ എന്താ പറയാ, ഇതൊക്കെ ചില എക്സാമ്പിൾസ് ആണ്. അവർക്ക് കോസ്റ്റ്ലി ഫർണിച്ചർ പ്രൊവൈഡ് ചെയ്യുക, കുറച്ചുകൂടി വേറൊരു റൂം എല്ലാവരെയും കൂടി ഇരിക്കുന്നില്ല, അയാൾക്ക് സെപ്പറേറ്റ് ഒരു സ്ഥലം പ്രൊവൈഡ് ചെയ്യുക, കുറച്ചുകൂടി എന്താ പറയാ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിലേക്ക് ആളെ മാറ്റുക, ആൾക്ക് കുറച്ചുകൂടി എന്താ പറയാ കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള മുറിയിലേക്കൊക്കെ എന്താ പറയാ ജോലി ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക. ക്ലിയർ ആണോ? മനസ്സിലായില്ലേ കാര്യം? മനസ്സിലായോ? 1-2 പോയിന്റ് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? കോമ്പറ്റീഷൻ ആണ്. നമുക്കറിയാം ഇൻ ആൻ ഓർഗനൈസേഷൻ എംപ്ലോയീസ് ആർ നോട്ട് എക്സ്പെക്ടഡ് ടു കോമ്പീറ്റ് ഈച്ച് അതർ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് പരസ്പരം മത്സരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വെച്ചാൽ എന്താ, ഇവിടെ മത്സരങ്ങൾ ബിസിനസ്സുകാർ തമ്മിലാണ്, അല്ലെ? കോമ്പറ്റീറ്റീവ് വേൾഡ് എന്ന് പറയുന്നത് ബിസിനസ്സുകാരുടേതാണ്. അതിനകത്ത് ഓരോരുത്തരും ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ അമംഗ് ദ എംപ്ലോയീസ് ഇസ് നോട്ട് നെസസറി, അതല്ലേ? അത് മാൻഡേറ്ററി അല്ല. പക്ഷേ ഇഫ് ദേ ഹാവ് ഓർ ഗെറ്റ് എ ചാൻസ്, അവരുടേതായ ചില അവസരങ്ങള്, അവരുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ചില അവസരങ്ങള് നമുക്ക് എന്ത് ചെയ്യണ്ട, ഉപേക്ഷിക്കേണ്ട എന്നാണ്. ഇപ്പൊ എംപ്ലോയീസ് എല്ലാവരും, നമ്മളെല്ലാവരും ഒരുപോലെ അല്ല, എല്ലാവരും ഒരേപോലെ ജോലി ചെയ്താൽ മതി എന്നാണോ? അങ്ങനെയല്ല. ഇഫ് ഐ ഹാവ് എ ചാൻസ്, അല്ലെങ്കിൽ ഇഫ് ഐ ഹാവ് ദ എബിലിറ്റി ടു ഇൻക്രീസ് മൈ ഈഗോ, എന്റെ ഈഗോ ഒക്കെ മാറ്റി എന്താ പറയാ കുറച്ചുകൂടി നല്ല രീതിയിൽ എനിക്ക് ജോലി ചെയ്യണം എന്നൊക്കെ, എനിക്ക് സ്വന്തം എന്നെ തന്നെ സംതൃപ്തമാക്കാൻ വേണ്ടി എക്സ്ട്രാ എനിക്ക് കയ്യിൽ നിന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും പാഴാക്കണ്ട. അപ്പൊ അതൊരു എന്താ പറയാ ആ സാഹചര്യങ്ങളിൽ അത് ചിലപ്പോൾ കോമ്പറ്റീഷൻ ആയിട്ട് മറ്റുള്ളവരെ എംപ്ലോയീസിൽ നിന്നും എന്താ പറയാ ഞാൻ കുറച്ചുകൂടി മികച്ചതായി നിൽക്കണം എന്നുള്ളൊരു കോമ്പറ്റീറ്റീവ് മൈൻഡായിട്ട് ചിലർക്ക് തോന്നും. പക്ഷെ അതിന് കിട്ടുന്ന അവസരം ആൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വളർച്ചകള് എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാലാണ് നമ്മുടെ ഓർഗനൈസേഷനും അതനുസരിച്ച് വളരുള്ളൂ, അല്ലെ? എല്ലാവരും ഒരേ മട്ടിലായി കഴിഞ്ഞാലോ അപ്പൊ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാണ്. ഇപ്പൊ ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ ചെയ്യണം, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് കുറച്ചുകൂടി ഇതാക്കണം എന്നൊക്കെ, എന്റെ ഇതൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുമ്പോ ഞാൻ അതനുസരിച്ച് ജോലി ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. അവരും അതിലേക്ക് എത്താനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഓരോരുത്തരും എത്തുമ്പോൾ എന്ത് പറ്റും, നമുക്ക് അതിനനുസരിച്ചിട്ട് ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകും. ക്ലിയർ? ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആയോ? കോമ്പറ്റീഷൻ മനസ്സിലായില്ലേ? യെസ്, അതൊന്നും നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട. ഞാൻ പറയുന്നത് ഉണ്ടെങ്കിൽ എക്സ്ട്രാ പോയിന്റ് അണ്ടർലൈൻ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ആ ഒരു കാര്യമൊക്കെ ഇതൊക്കെ നോൺ മോണിറ്ററി മോട്ടിവേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോ ഈ പറയുന്ന ബുള്ളറ്റ് ഇട്ടിരിക്കുന്ന ഓരോ പോയിന്റ്, ആ പോയിന്റിന്റെ ആ ഒരു ഹെഡ് ഇമ്പോർട്ടന്റ് ആണ്. എക്സ്ട്രാ എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഭാഗം അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നു, അതും ചെയ്താൽ മതി. ഓക്കെ, അതുകൂടി പറയാം. ഡെലഗേഷൻ ഓഫ് അതോറിറ്റി, ഇത് മറ്റൊരു മോട്ടിവേഷൻ ആണ്. എന്ന് വെച്ചാൽ മറ്റ് എംപ്ലോയീസിൽ നിന്ന് ഇഫ് ദേ ഫൈൻഡ് സം എംപ്ലോയീസ് പെർഫോമൻസ് ആർ ഔട്ട്സ്റ്റാൻഡിങ്, ചില എംപ്ലോയീസിന്റെ പെർഫോമൻസുകൾ വളരെ എക്സ്ട്രാ ഓർഡിനറി ആണ്, വളരെ എന്താ പറയാ അവരുദ്ദേശിച്ചതിന്റെ എക്സ്പെക്ടഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഒരുപാട് അകലെയാണ്, കുറെ ദൂരത്തിലാണ്, ഒരുപാട് നല്ല പെർഫോമൻസ് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇഫ് ദേ ആർ ഗിവൺ സം അതോറിറ്റി, ഇങ്ങനെ ഒരു അധികാരം പോലെ എന്തെങ്കിലും കൊടുക്കുക. ദാറ്റ് മീൻസ് ഒരു വേറെ റെസ്പോൺസിബിലിറ്റി, എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ഒക്കെ അങ്ങനെ കൊടുക്കുക. ഇപ്പൊ ഇന്ന് മാത്രമല്ല ടീച്ചർ ഇന്നത് കൂടി ചെയ്യണം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി എനിക്ക് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ്സ് എ മോട്ടിവേഷൻ ടു മീ. കാരണം അത് എനിക്ക് കണ്ട അവർക്കൊന്നും കൊടുത്തില്ല, എന്നോടാണ് അത് പറഞ്ഞത്, അല്ലേ?
അങ്ങനെ വരുമ്പോ നമുക്ക് ആ ഒരു നമ്മളുടേതായ ഒരു സ്ട്രെങ്ത്, എന്താ പറയുക, സ്ട്രോങ്, എന്താ പറയുക, ഒരു മോട്ടിവേഷനിങ് ഫോഴ്സ് ആണ്. ഭയങ്കര ശക്തമായ ഒരു മോട്ടിവേഷൻ ഫോഴ്സ് ആണ് ഒരു അധികാരമൊക്കെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറയുന്നത്. കാരണം അത് നമ്മളുടെ ഉത്തരവാദിത്തത്തെ വർദ്ധിപ്പിക്കാനും മാത്രമല്ല മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ഉള്ള പ്രാധാന്യം, ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടാണ് അവരെ നമുക്ക് എന്താ പറയാ തരുന്നത്. അത്തരം ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്തിട്ടുണ്ട്. അത് അവർക്ക് കൊടുത്തില്ലല്ലോ, എനിക്കാണ് തന്നത്. സോ എന്നില് എന്തെങ്കിലും എക്സ്ട്രാ കണ്ടിട്ടാണ് അത് തരിക. സോ അതൊരു മോട്ടിവേഷൻ ആണ് തീർച്ചയായിട്ടും. ഡെലഗേഷൻ ഓഫ് അതോറിറ്റിയും എന്താണ് ഒരു നോൺ മോട്ടിവേഷണൽ ഫോഴ്സ് ആണ്. ക്ലിയർ ആയോ? ഡെലഗേഷൻ ഓഫ് അതോറിറ്റി മനസ്സിലായോ? യെസ്. അപ്പൊ ഇവിടെ വെച്ച് നിർത്താം. നമുക്ക് ഈ നമ്മളിപ്പോ നോൺ മോണിറ്ററി അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻസിൽ പറഞ്ഞതാണ് അപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്, സ്റ്റേറ്റസ് ആൻഡ് പ്രൈഡ്, കോമ്പറ്റീഷൻ, ഡെലഗേഷൻ ഓഫ് അതോറിറ്റി. ഇത്രയും പോയിന്റുകൾ നന്നായിട്ട് വായിച്ചിട്ട് നോക്കി, ഇവിടെ വരെ വായിച്ചിട്ട് നോക്കിയിട്ട് വരാം കേട്ടോ. അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ ഓക്കെ, സി യു. താങ്ക് യു. Thank you. താങ്ക് യു. Thank you, Miss.